തോന്നിയില്ലേ? ഇത് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പറഞ്ഞതെന്ന് വിളിച്ച് ചോദിക്കാനായിട്ട് എന്തുകൊണ്ടാണ് തോന്നിയില്ല. കാരണം മനഃപൂർവ്വം അത് ഒരു എന്താ പറയാ, ആരും മാനിപ്പുലേറ്റ് ചെയ്തതല്ലെന്ന് കിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചോദിച്ച് എൻ്റെ വൈഫ് കൂടെ എൻ്റെ വൈഫാണ് ചോദിക്കുന്നത്. ലിപ് ലോക്ക് അല്ല, ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബാക്കി വെച്ച് സെറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. അതിൻ്റെ മാക്സിമം ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും മാക്സിമം ഇൻറ്റിമേറ്റ് ആവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവൾ പറഞ്ഞു അത് കുഴപ്പമില്ല, കടിച്ച് പറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ജിമ്മിൽ പോകാൻ ഇപ്പോൾ കുറച്ച് കാലം ആയതിനു ശേഷം സിഗരറ്റ് വലി നിർത്തിയതാണ്. സിഗരറ്റ് വലി എനിക്ക് നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കൊരു 5 കിങ്ങും ഒരു മറ്റേതും മാജിക് മൂമെന്റ്സും ഞാൻ ഏകദേശം 8-9 വർഷമായിട്ട് മദ്യപാനം കിങ് എന്ന് പറഞ്ഞ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം രേണു ഒരു വീഡിയോയുടെ ഷൂട്ടും കാര്യങ്ങളും ആൽബത്തിൻ്റെയോ അതായത് ഒരു പരിപാടിക്കൊക്കെ പോയി ഭയങ്കര കോളികളൊക്കെ സൃഷ്ടിച്ചൊരു പ്രശ്നങ്ങളാണ്. എല്ലാവർക്കും ഇങ്ങനെ ഓരോന്നും പുള്ളിക്കാർ വന്ന് പുള്ളിക്കാരുടെ ഭാഗം ന്യായീകരിക്കുന്നു, സംവിധായകൻ വന്ന് സംവിധായകൻ്റെ ഭാഗം ന്യായീകരിക്കുന്നു, പിന്നെ രേണുവിൻ്റെ കുറേ സിംഗടികൾ വന്ന് രേണുവിനെ അങ്ങ് വെളുപ്പിക്കുന്നു. ഇത് വെളുപ്പിച്ച് ലാസ്റ്റ് കുളിപ്പിച്ച് ലാസ്റ്റ് കൊച്ചില്ലാതാകുമെന്ന് പറഞ്ഞവരാണ് കേട്ടോ ഈ രേണുവിനെ വെളുപ്പിക്കാൻ വരുന്ന ഒരു അവസ്ഥ കേട്ടോ. രേണു ഒന്ന് പറയുന്നു, മറ്റുള്ളവർ വേറൊന്ന് പറയുന്നു. ഇതാണ് വെളുപ്പിക്കുക. ഒന്നെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചർ നല്ലപോലെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക, ഈ വിളിപ്പിക്കുക. ഇല്ല രേണു തന്നെ രേണുവിൻ്റെ പ്രശ്നങ്ങൾ പറയാം, അതായിരിക്കും ഏറ്റവും നല്ലത്. രേണുവിന് തന്നെ രേണുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ തെറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ എടുത്തിട്ട് അത് വീണ്ടും രേണുവിന് തന്നെ നെഗറ്റീവാണ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോസ് ഞാൻ ആ സംവിധായകൻ പറയുന്ന കാര്യങ്ങളും കുറേ കേട്ടു, രേണു പറയുന്ന കാര്യങ്ങളും കേട്ടു. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറയണം, രേണു അവിടെ ചെന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കഴിക്കുകങ്ങാണ്ട് ചെയ്തു. കഴിച്ച് രേണു ഇച്ചിരി പറ്റായിപ്പോയി, അവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ രേണു ഇച്ചിരി ഇതായി പോയി. രേണുവിനെ ആ കൂടെ ഇവന്മാർ കുറേ സ്ക്രൂ ചെയ്ത് കാണും, ഈ ഓൺലൈൻ മീഡിയക്കാർ കുറേ അച്ചാച്ചന്മാർ വന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഒരു അമ്മച്ചിയും ഉണ്ട് അതിൻ്റെ കൂടെ. അങ്ങനെ ഇതെല്ലാം കൂടെ വന്ന് അവരിൽ എന്നതോ പറഞ്ഞ് രേണുവിനെ ഇതാക്കി കളഞ്ഞു. ഒന്നെങ്കിൽ അവിടെ ഇവന്മാർക്കുള്ള സൗകര്യം ഇവർ ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു, ഈ ഓൺലൈൻകാർക്ക് അവർക്കുള്ള സൗകര്യം ചെയ്ത് കൊടുത്തില്ല. കാര്യം അവിടെ വന്ന് ഇതുങ്ങൾ ആകെപ്പാടെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് 1 ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വർക്ക് തീർക്കാനായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചേക്കുന്നത്. ഈ 1 ലക്ഷം രൂപയുടെ വർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ 80,000 രൂപ അദ്ദേഹത്തിന് തീർന്നു കഴിഞ്ഞു. അവിടുത്തെ ഫുഡ്, ഈ വരുന്നവർക്ക് ഫുഡ്, അവർക്ക് കിടക്കാനുള്ള സൗകര്യം, അവർക്ക് മറ്റു കാര്യങ്ങൾ, ഇതിനെല്ലാം പൈസയാണ് അങ്ങോട്ട് ഇറങ്ങുന്നത്. ഇപ്പോഴത്തെ ഓരോ സാധനങ്ങൾ മേടിക്കുന്നത് നമുക്കറിയാം, ചിലവിനുള്ള പൈസ എത്രമാത്രം, ഒരു ഫുഡ് മേടിക്കുന്നതിന് തന്നെ അറിയാം എത്രയാണെന്നുള്ളത് അറിയാം. അതുപോലുള്ള കാര്യങ്ങളാണ് അവർ ഇത്രയും ആ ഒരു ചിലവ് ചുരുക്കി ചെയ്യാൻ നിൽക്കുമ്പോൾ ഈ മീഡിയക്കാർ വന്നിച്ച് അവർക്ക് താമസിക്കണം, അവർക്ക് കിടക്കണം, അവർക്ക് ഫുഡ് വേണം, അവർക്ക് മറ്റത് വേണം, ആ കൂടെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവന്മാർ കയറിയാണ് നടുക്കോട്ട് നിന്ന് രേണുവിനെ അങ്ങ് ഫോക്കസ് ചെയ്യുകയാണ്. എന്നാൽ ഈ ഒരു ആൽബത്തിനെ പറ്റി പറയുമോ, ഈ ആൽബത്തിൻ്റെതായ യാതൊരു കാര്യങ്ങളും പുറത്ത് വിടുന്നില്ല. ഇവന്മാർ ഈ കഴിഞ്ഞ ദിവസം വിട്ട ആ ഒരു വീഡിയോസിനാണ് രേണുവിന് വീണ്ടും നെഗറ്റീവ് ഒരുപാട് വന്നത്. ഈ മദ്യത്തിൻ്റെ കാര്യം ഇങ്ങനെയുണ്ട്. അതെനിക്കൊന്ന് ഇടയ്ക്ക് സജിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീധുവിൻ്റെ അപ്പനെ രേണുവിൻ്റെ അപ്പനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ രേണുവിൻ്റെ അടുത്ത് ഈ മീഡിയക്കാർ മറ്റേ ബിഷപ്പിൻ്റെ കാര്യം ഇനി ഒരു അക്ഷരം സംസാരിക്കില്ല, ചോദിക്കില്ലെന്ന് പറയണമെന്ന്. അങ്ങനെ ചോദിച്ചാലേ രേണു ഇതിന് മറുപടി കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ താക്കീത് ചെയ്തതിന് ശേഷമാണ് ആ ഒരു വിഷയം അവിടെ സ്റ്റോപ്പായത്. അപ്പം എന്ന് പറഞ്ഞാൽ തന്നെ ഇതിനകത്ത് വന്നേച്ച് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇവന്മാർക്ക് സൗകര്യങ്ങളോടെ കിട്ടാതെ ഇവന്മാർക്ക് കലിപ്പായി. ഇപ്പോൾ ഇവന്മാർ ഇതിങ്ങനെയല്ല അടിച്ച് തെറിപ്പിച്ച് ദൂരെ കളയണമെന്നുള്ളത്. ഡ്രസ്സിൻ്റെ കാര്യം എല്ലാം രേണുവിനോട് പറഞ്ഞ് സെറ്റാക്കിയതാണ്. അത് ആ വാട്സപ്പ് ചാറ്റ് എല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. ആദ്യം കാണിച്ചത് രേണു പറഞ്ഞത് പറ്റത്തില്ല, അങ്ങനത്തെ ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് കാണിച്ചത് അത് ഓക്കെ, അതിൻ്റെ പുറത്ത് കോട്ടും കൂടെ വേണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ പൂളിലുള്ള ആ ഒരു ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് രേണു പറഞ്ഞെന്ന് പറഞ്ഞു മീഡിയക്കാരെ കൊണ്ട്, അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത്രയും സെറ്റായി പോയി. പക്ഷേ ഈ ഒരു ആൽബം ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ രേണു ഒന്നും കൂടെ വൈറലാകുമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ നെഗറ്റീവ് ഉണ്ട്, അതിനകത്തില്ലെന്നല്ല, കുറേ നെഗറ്റീവ് ഉണ്ട്. അതിലൂടെ തന്നെ രേണു വീണ്ടും ഒന്നും കൂടെ കയറി ഒന്നും കൂടെ ഫെയിമായി പോയായിരുന്നേനെ, ഒന്നും കൂടെ ഇതായി പോയായിരുന്നേനെ. അപ്പം നമുക്കത് രേണു പറയുന്ന കാര്യം കേട്ടതിന് ശേഷം അദ്ദേഹം പറയുന്ന കുറേ കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നിയത്, പുള്ളി പറയുന്ന കാര്യം വെച്ച് തോന്നിയത്, പുള്ളി ഇതിനിടയ്ക്ക് ഒരുപാട് പാട്ടും കാര്യങ്ങളും ഒക്കെ എടുത്ത് ക്രിസ്ത്യഗാനവും പിന്നെ ഹിന്ദു ഭക്തിഗാനങ്ങൾ പിന്നെ മുസ്ലിം ഭക്തിഗാനങ്ങൾ ഇങ്ങനെ കുറേയൊക്കെ ഇറക്കി. പക്ഷേ ഇതൊന്നും എറിച്ചില്ല. ഇതെല്ലാം അങ്ങ് ഭയങ്കര ഇതായിപ്പോയി, വ്യൂ എല്ലായിട്ട് പോയില്ല. പുള്ളിക്ക് അതിനൊന്നും വലിയ ആ മുടക്കിയ പൈസ പോലും പുള്ളിക്ക് കിട്ടിയില്ല. അപ്പോൾ പുള്ളി നോക്കിയപ്പോഴത്തേക്ക് രേണു ഇപ്പോൾ വൈറലായിട്ട് നിൽപ്പുണ്ട്. രേണുവിനെ ഇറക്കി കഴിഞ്ഞാൽ ഒന്ന് വൈറലാകും, ഒന്ന് ഏറിപ്പോകും, പുള്ളിയുടെ വീഡിയോയും കയറിപ്പോകും. അതാണ് അതിനകത്ത് പുള്ളി മാക്സിമം നെഗറ്റീവ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുമുണ്ട് ആ ഒരു ആൽബത്തിൽ. അതാണ് ഇത് സംഭവിച്ചേക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു പീഡനമോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കാനുള്ള സിറ്റുവേഷൻ ഒന്നുമില്ല. കാര്യം അതിൻ്റെ വൈഫ് കൊണ്ട് കൂടെ അവർ നിർബന്ധിച്ചു എടുത്ത് ഇതൊക്കെ രേണു ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളും ഉണ്ട്. ഇവർ രണ്ടുപേരും പറഞ്ഞതിൽ കുറേയൊക്കെ അവരുടെ ഭാഗങ്ങൾ കുറേയൊക്കെ മറച്ചു വെച്ചാണ് അവർ പറയുന്നത്. പക്ഷേ ഈ പുള്ളിയുടെ വായും തന്നെ വന്നു. പുള്ളി ഒന്ന് വൈറലാകാൻ വേണ്ടി തന്നെയാണ് രേണുവിനെ വീണ്ടും ഈ ഒരു ഇതിലേക്ക് വേണ്ടി പുള്ളി ചോദിച്ചാൽ ഈ ഇറക്കിയതെല്ലാം അങ്ങ് പൊട്ടിപ്പോയി കഴിയുമ്പോഴത്തേക്ക് പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ ശരിക്കും ഇറങ്ങി. പുള്ളിക്ക് മനസ്സിലായി മനുഷ്യർക്ക് അത് സത്യമാണ് പറയുന്നത് കേട്ടോ, മനുഷ്യർക്ക് നല്ലതൊന്നും അല്ല വേണ്ടത്. ഇപ്പോൾ ഈ രേണുവിൻ്റെ വീഡിയോ തന്നെ ഇടുന്നു, അത് കാണാൻ ആൾക്കാരുണ്ട്. അതേസമയം നമ്മൾ വേറൊരു കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ അത് ആൾക്കാർ അത് നല്ലതാണെങ്കിൽ പോലും അതിൻ്റെ അഭിപ്രായം പോലും പറയാൻ ആരും നിൽക്കില്ലെന്നുള്ളതാണ്. അത് കണ്ടേച്ച് പോകുന്നതല്ലാതെ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പോലും പറയാൻ ആരും നിൽക്കില്ല. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. എന്നാണ് നമുക്ക് രേണു ആദ്യം പറഞ്ഞൊരു കാര്യം കേട്ടതിന് ശേഷം ബാക്കി കാണാം. അഡ്വാൻസ് 30,000 ഒന്നുമില്ല, ഇവൻ പറഞ്ഞ 5,000 രൂപ അഡ്വാൻസ് അത് ഞാൻ തിരിച്ചു കൊടുക്കുന്നില്ലെന്ന് വെച്ച് വേറൊന്നുമല്ല. എന്റെ രാവിലെ തൊട്ടുള്ള ആ ഒരു വലിയ വേറെ പ്രോജക്റ്റ് ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇതിന് ഞാൻ പോയത്. രാവിലെ എന്റെ കാശിന് 1,500 രൂപ മുടക്കി ഞാനാണ് 1,500 രൂപ മുടക്കി ഞാനാണ് സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്ത് അവിടെ പോയതും തിരിച്ചു വന്നതും. ഞാൻ ഈ മീഡിയക്കാർ കുറച്ച് പേര് സുഹൃത്തുക്കളുള്ളതുകൊണ്ട് അവരുടെ കാറെ കയറി വന്നു.
ഈ ഒരു 5000 കാര്യം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞിട്ടില്ല കേട്ടോ. 30,000 രൂപ രേണു ഇത് പറഞ്ഞ് മേടിച്ചെന്ന് എടുത്തൊന്നും പറഞ്ഞിട്ടില്ല. 17 രൂപയാണ്, 30 രേണു മേടിക്കുന്നത്. പക്ഷേ ഒരു ദിവസം 15 രൂപ വെച്ചാണ് മേടിക്കുന്നത്. ഇത് 2 ദിവസത്തെ ഷൂട്ടും കണ്ടുണ്ട്. അപ്പോൾ 30 രൂപ വേണ്ട ഏട്ടാ, എനിക്ക് 17 രൂപ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ ആ പറയുന്നൊക്കെ കാര്യങ്ങൾ എനിക്ക് കേട്ട് ജെന്യൂനായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പം ഇവർ ഈ പറയുന്ന മൊത്തം ഷെബീന ബീവിയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്നാണ് ഇവർ പറയുന്നത്. ഇത് തന്നെയല്ല, വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ കിച്ചുവിൻ്റെ വിഷയം തൊട്ട് ഇവർ പറയുന്നുണ്ട്. ഷെബീന ബീവിയാണ് എല്ലാത്തിനും മുന്നിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ പറയാം. അതിന് മുമ്പ് ഞാൻ ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഷെബീന ബീവിയോട് തന്നെ അവർ തന്നെ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നെയാണ് നമ്മൾ തൊട്ട് മുമ്പാണ് നമ്മുടെ വർക്ക് ചെയ്തത്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ വർക്കിന്റെ ഒരു ഇതുകൊണ്ടാണ് അവർക്ക് ബിഗ് ബോസിലേക്ക് കയറാൻ സാധിച്ചത്. കാരണം അത് ബാക്കി വർക്കുകളും നമ്മൾ ആ ചെയ്ത വർക്ക് തമ്മിൽ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ അവരൊരു ആൾക്കാരെയും പുറത്ത് കാണിച്ചിട്ട് ഫീസ് ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. 8 ലക്ഷത്തിന്റെ പേരിൽ 8 ലക്ഷം പേരായിട്ടാണ് ആ വീഡിയോ കണ്ടത്. അത് തന്നെ ആവശ്യത്തിനുള്ള പ്രൊമോഷനോ ദാസന്റെ ഭാഗത്തുനിന്ന് പ്രൊമോഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് എനിക്കൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസർ ഫീമെയിൽ ആയിരുന്നു. അവരെ വിളിച്ചിട്ട് ഹൈ ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ദാസൻ കമന്റ് ചെയ്തതോടുകൂടി അവർ ദാസനോട് വായി തോന്നിയ പറഞ്ഞു. ഈ സെറ്റിൽ മുഴുവൻ എന്നോട് കാണിച്ചിരുന്നു. ദാസനെ പറ്റിയിട്ട് പൊതുവിലൊരു അഭിപ്രായമുണ്ട്, ഒരു എന്താ പറയുക, അഡ്ജസ്റ്റ്മെന്റിന്റെ ആളാണെന്ന്. അഡ്ജസ്റ്റ്മെന്റ് എനിക്കറിയില്ല. പക്ഷേ വരുന്നവരുടെ അടുത്ത് നമ്പർ വാങ്ങുന്നതും അവരെ കോൺടാക്ട് ചെയ്യുന്നതും കോൾ ചെയ്യുന്നതൊക്കെ ഞാൻ ഈ സെറ്റിൽ നിന്ന് കണ്ടിരുന്നു. എനിക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമല്ലല്ലോ. നമ്മൾ ഈ ഭാഗത്തൊക്കെ നടന്നു പോകുന്നതല്ലേ. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു എന്താണ് വിഷയം, എങ്ങനെയാണ് കാര്യം. അങ്ങനെ ദാസപ്പൻ്റെ കുൽസതകളും പുറത്ത് പതിയെ ഓരോന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ദാസപ്പൻ്റെ കുൽസതകൾ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോരോ ഇത് പിന്നെ നമ്മൾ വലിയ കാര്യമായിട്ട് എടുത്തില്ല. രേണുവിൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരാണ് ഈ ദാസപ്പനൊക്കെ. അവരുടെ കുൽസതങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പൊങ്ങി വരുന്നുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴാണ് ഇവർ കാണിച്ചു കൊടുക്കുന്ന പല കോലങ്ങളും പുറത്ത് പബ്ലിക്കിലേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു മനുഷ്യനും അവരുടെ വീട്ടിൽ നിന്ന് ഒരു മക്കളെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വിടും. ഇപ്പോൾ അഭിനയിക്കാൻ നല്ല കഴിവുള്ളൊരു പെങ്കൊച്ചാന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു ഫീൽഡിലേക്ക് ഇറക്കാൻ മടിക്കും. ഇതിലെ കാര്യങ്ങളൊക്കെ ഓരോന്ന് കുൽസതങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നത് കേട്ടോ. ഇത് ഞാൻ 17,000 രൂപയാണ് 2 ദിവസത്തേക്ക് എന്നോട് രേണു പറഞ്ഞു. ബാക്കി ചെലവ്, വണ്ടിക്കൂലി, താമസം അത് സെപ്പറേറ്റ് കൊടുക്കാൻ പറഞ്ഞു. 15,000 ഞാൻ ഡെയിലി വാങ്ങുന്നത്. ബിപിൻ ചേട്ടൻ ആയതുകൊണ്ട് 17,000 വരാം എന്നാണ് പറഞ്ഞത്. 2 ദിവസത്തേക്ക് പെർ ഡേ 15,000 പറഞ്ഞത് അവർ വാങ്ങുന്നതെന്നാണ് പറഞ്ഞത്. 2 ദിവസത്തേക്ക് 30 പക്ഷെ നിങ്ങൾക്ക് ആയതുകൊണ്ട് കൺസെഷൻ 17 തന്നു. പിന്നെ കേട്ടില്ല, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് രേണു 30 മേടിച്ചിട്ടൊന്നുമില്ല, 15 വെച്ചാണ് ഒരു ദിവസം മേടിക്കുന്നത്. അങ്ങനെ 2 ദിവസത്തേക്ക് 30 ഇവിടെ ചെന്നാൽ മേടിക്കുന്നത്. പക്ഷേ ചേട്ടനായതുകൊണ്ട് എനിക്ക് 17 തന്നത്. കാര്യം ഇവർ മുമ്പ് നേരത്തെ പരിചയമുണ്ട്. ഇവർ നേരത്തെ പരിചയം എന്ന് പറഞ്ഞാൽ എന്നാ കുണിങ്ങിയോ അങ്ങനെ ഏതോ ഒരു ആൽബോ എന്നാണ് സംഭവം ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഡയറക്ടറാണ് പുള്ളി, അതിനകത്ത് നായകനായിരുന്നു ദാസേട്ടൻ. അങ്ങനെയാണ് ദാസപ്പനാണ് ഈ രേണുവിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഈ പുള്ളിയോട് പറഞ്ഞ് അതിനകത്ത് അഭിനയിക്കാൻ കൊണ്ടുവരുന്നത്. അപ്പം ഇതിൻ്റെയാണ് ഒരു ഷൂട്ടൊക്കെ നമ്മൾ നടന്ന് ഓർക്കുന്നുണ്ടോ, ബ്ലോക്കായിട്ട് കിടക്കുന്നിടത്ത് ദാസപ്പനും രേണു കൂടെ കിടന്ന് ഡാൻസ് കളിക്കുമ്പോൾ ബൈക്ക് 2 പേര് ഒന്നിച്ച് ഒന്ന് മാറിപ്പോടാ നമ്മൾ അത് ഭയങ്കര ഇതായി കേസാക്കണം മറ്റേതാക്കണം എന്ന്. അതവിടെ ഓൾറെഡി ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്തായിരുന്നു ആ ഒരു വീഡിയോ. അല്ലാതെ അത് പുറത്തുനിന്ന് ഒരാൾ വന്ന് പറഞ്ഞതൊന്നും അല്ലായിരുന്നു. അങ്ങനെ അവിടെ ബ്ലോക്കായിട്ട് കിടന്ന സമയത്ത് അത് ശരിക്കും വൈറലായി. ഇങ്ങനെ നല്ലൊരു ഇതായി പോക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഷൂട്ടിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് നടന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം ഇതൊക്കെ പറയുന്നുണ്ട് പൈസ ഇത്ര, ഇതൊക്കെ ജെന്യൂനായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഷൂട്ടിനിടയ്ക്ക് എന്നോട് പറയുന്നുണ്ടായിരുന്നു, ചേട്ടാ ഞാൻ ദുബായിൽ നിന്ന് മദ്യപിക്കും. എന്നോട് പറഞ്ഞിട്ടുണ്ട് മദ്യപിക്കും. എൻ്റെ മാനേജർമാരോട് അവർ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട് മദ്യപിക്കും. ഞാൻ അടിക്കുന്ന മാജിക് മൂമെന്റ്സ് ആണ്. ഞാൻ സിഗരറ്റ് വലിക്കും. ജിമ്മിൽ പോകാൻ ഇപ്പോൾ കുറച്ച് കാലം ആയതിനു ശേഷം ഞാൻ സിഗരറ്റ് വലി നിർത്തിയതാണ്. സിഗരറ്റ് വലി എനിക്ക് നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കൊരു 5 കിങ്ങും ഒരു മറ്റേതും മാജിക് മൂമെന്റ്സും. ഞാൻ ഏകദേശം ഒരു 8-9 വർഷമായിട്ട് മദ്യപാനം കിങ് എന്ന് പറഞ്ഞ സിഗരറ്റിന്റെ പേരാണ്. ഇതും മേടിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ താഴത്ത് ഈ ജിമ്മിൽ കളിക്കുമ്പോൾ എൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് അവൻ വന്നു. അവന് കുറച്ച് തെർമോക്കോൾ ഞാൻ 2 ട്രിപ്പായിട്ട് ഇത് കൊണ്ടുപോകും. 2 ട്രിപ്പ് അവൻ എടുക്കാൻ വന്നപ്പോൾ തെർമോക്കോൾ കുറച്ച് സാധനം അത് എടുത്ത് വരുന്ന ഞാൻ പറഞ്ഞു നീ ചെന്നിട്ട് ഈ 500 സാധനം വാങ്ങുന്നു. 500 കിട്ടുമെന്ന് എനിക്കറിയില്ല. ഈ സാധനം എൻ്റെ കൂടുതൽ ലിറ്ററുള്ള സാധനം അത്. അപ്പോൾ അവൻ ചെന്നിട്ട് 500 സാധനം വാങ്ങി, 2 ബിയർ വാങ്ങി, 5 കിങ് വാങ്ങി. ആർക്ക് ഇതിൽ അഭിനയിക്കാനുള്ള കുട്ടി ആവശ്യപ്പെട്ടതിന്റെ പേരിൽ ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് പറയും. എനിക്കാണ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷേ ഷൂട്ട് കഴിഞ്ഞടിക്കാം അങ്ങനെ തന്നെ എന്നോട് പറഞ്ഞത്. ഷൂട്ട് കഴിഞ്ഞടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, ആ കൊച്ചിനാൽ അവരിഷ്ടമല്ലേ, എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുത്തു. ഇതിനകത്തൊരു കാര്യം പറയുന്നത് രേണുവിനോട് ഒരിക്കൽ ചോദിച്ചായിരുന്നു, മീഡിയക്കാർ ചോദിച്ചത് രേണു പുക വലിക്കുമെന്ന് ചോദിച്ചപ്പോൾ അന്ന് രേണു പറഞ്ഞു ഇല്ല, പുകവലിയില്ല, മദ്യപാനം മാത്രമുള്ളത്. ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നത് കേട്ടോ. ഇതാണ് പറയുന്നത്. ഈ എത്ര നമ്മൾ പുറത്തറിയും. രേണു പറയുന്നുണ്ട് ഞാൻ ചെല്ലുന്നിടത്തില്ല മീഡിയക്കാരാണ്, ഞാൻ തുറന്ന പുസ്തകമാണ് മരത്തി വെച്ചേക്കൂടെ മറ്റേ മറിച്ച്. പക്ഷേ അവർ പുറത്ത് വിടാത്ത പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അത് കണ്ടാണ് ഇവർ കുറേ സപ്പോർട്ടേഴ്സ് ഉണ്ട്. അവരിങ്ങോട്ട് ഒന്നിച്ച് പറയും അതൊന്ന് തുറന്നൊരു പുസ്തകത്തിന് മനസ്സ് നിഷ്കളങ്കമാണ് അതുകൊണ്ടാന്ന് പറയും. പക്ഷേ നിഷ്കളങ്കമല്ല, മറക്കേണ്ടതെല്ലാം രേണു മറിച്ച് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ കാര്യങ്ങൾ ഇടുന്നത്. ഈ മദ്യപാനത്തെ ഒക്കെ പറ്റി ഇവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഇങ്ങനെ ഇതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കാണ് പിന്നീട് എവിടെയെങ്കിലും ഒരു ഷൂട്ടിനൊക്കെ ചെല്ലുമ്പോൾ ഇവരെ ആ കണ്ടുകൊണ്ടേ അവിടെ ഉള്ളവർ മുഴുവൻ കാണുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലും പറഞ്ഞു മദ്യപിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരതെല്ലാം വിളിച്ച് കൂക്കിക്കൊണ്ട് നടക്കുകയല്ലേ ചെയ്യുന്നത്. രേണു എനിക്ക് വന്നേ ഈ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോണ്ടല്ലോ ഇതൊക്കെ ഏതാണ്ട് വലിയ ഹൈ ടീമുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇറക്കിയാൽ ഞാൻ ഇച്ചിരി ഹൈ ടീമാണെന്ന് എല്ലാവരും വിചാരിക്കും എന്നുള്ളൊരു ധാരണ, വിഡ്ഢിത്തമായ കുറേ കാര്യങ്ങൾ ഇവരുടെ മനസ്സിലുണ്ട്. അങ്ങനെ കുറേ വിഡ്ഢിത്തമായ കാര്യങ്ങളാണ് ഇവർ മനസ്സിൽ ചിന്തിച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവരിങ്ങനെ ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്നും പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്നും ഒക്കെ ഇവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതുകൊണ്ടൊക്കെ പിന്നീട് വരുന്ന പ്രശ്നങ്ങൾ എന്നാന്ന് പറയും. ഇപ്പോൾ ഈ ഒരു ആരോഗ്യത്തിനും ഈ ഒരു നെഹളപ്പിനും കിടന്ന് കാണിക്കും. ഈ ഇങ്ങനെ മദ്യപിച്ചും ഈ പുക വലിച്ചും നടക്കുന്ന ഇവർ നാളെ ഒരു ദിവസം ഇവർ രോഗിയെ തീരുകളെന്നൊന്നും പറയാൻ പറ്റത്തില്ല.
ദുബായിൽ നിന്ന് മദ്യപിക്കും, മറ്റത് ചെയ്യും. അതൊക്കെയാണ് ആ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ വെളിവില്ലാതെ കിടന്ന് പറഞ്ഞിട്ടുണ്ടേ. ആ ഒരു വർത്തമാനവും ആ നടപ്പിലൊക്കെ എന്നതോ ഒരു പന്തികേട് ശരിക്കും ഉണ്ട്. ഇദ്ദേഹം പറയുന്ന കാര്യത്തിൽ ആ ഒരു കാര്യത്തിൽ നമുക്ക് സത്യമെന്ന് തോന്നാറുണ്ട്. പിന്നെ ഇദ്ദേഹം ശരിക്കും വൾഗറായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ വേണമെങ്കിൽ രേണു നിർബന്ധിച്ചാണ്. ഒന്നെങ്കിൽ രേണു തോന്നി ഈ മീഡിയക്കാർ ഒറ്റ ഇതിലായിരിക്കും ഇവർ വിഷയം ഉണ്ടാക്കി പോകുന്നത്. അല്ലാതെ ഡ്രസ്സ് വൾഗറായിട്ട് ഇടുന്നിരുന്ന രേണുവിന് അത്ര വലിയ മോശമോ കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിനകത്ത് ആ മാതിരി കോലങ്കെട്ടൽ കാണിക്കുകയല്ലോ, ആ മാതിരി കഴുത്തും മറ്റുള്ള മറിച്ചോളം കാണിച്ചുകൊണ്ട് അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുകയല്ലോ. ഒത്തിരി ഒരു ജ്യൂസ് കുടിക്കുന്നതിൻ്റെയൊക്കെ ഓരോരുത്തർ ഇട്ടിട്ടുണ്ട് പബ്ലിക്കിലേക്ക് എടുത്ത്. ഭയങ്കര മോശമായിട്ടാണ് അവർ ആ ഒരു ജ്യൂസ് കുടിക്കുന്ന ഇതായിട്ട് പോലും കാണിക്കുന്നത്. എന്നതെല്ലാം വൃത്തിയോടുള്ള അവർ കാണിച്ചു കൂട്ടുന്നത്. ഇങ്ങനെ മാന്യമായിട്ട് ഇവർ നല്ലതായിട്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ്, മാന്യമായിട്ട് നടക്കുന്നത്. അതുപോലെ ഇവരുടെ പുക്കിളിൻ്റെ കാര്യം പറഞ്ഞിട്ട് 24 മണിക്കൂർ ഇവരുടെ പുക്കിൾ കാണിച്ച് നടക്കുമായിരുന്നല്ലോ. എൻ്റെ പുക്കിൾ കാണിക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല എന്നും പറഞ്ഞോണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നേ അവർ ഇപ്പോൾ അതിനകത്തൊരു മുന്തിരി വെക്കുന്നതിനാണ് അവർക്ക് പ്രശ്നം വന്നത്. അതവർക്ക് ഇതൊക്കെ കാണിച്ച് നടന്നിട്ടില്ലേ. ഞാൻ തമന്നയാണെന്ന് പറഞ്ഞിട്ടല്ലേ എന്ന് നടന്നുകൊണ്ടിരുന്നത്. സാരി ഉടുക്കുമ്പോൾ അത് വയറ് കാണുന്ന രീതിക്കാണ് അവർ കാണിച്ചിട്ടുണ്ടെന്നത്. ഒരു പെണ്ണ് വേണം, നമുക്കിപ്പോൾ ഒരു വേഷം തന്നു, ഇപ്പോൾ ഒരു മോശം സ്ത്രീയായിട്ട് അഭിനയിക്കാനാണ് തന്നെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ അഭിനയിക്കണം. അതിനുവേണ്ടി നമ്മൾ ഡ്രസ്സ് ഇടുവോ, അതിനുവേണ്ടി നമ്മൾ അങ്ങനെ ഒരു കോലം കിട്ടുവെച്ചാൽ അത് നമ്മുടെ ഒരു ജീവിതമാർഗ്ഗമാണ്, ഒരു അഭിനയമാണത്. അതേസമയം നമ്മുടെ ജീവിതത്തിൽ നമ്മളത് കൂടുതൽ കാണിച്ച് അഭിനയിക്കുമ്പോൾ ഞാൻ വലിയ പതിവ്രതയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിച്ച് തരുമോ? എന്നിട്ട് ഈ പൂളിലുള്ള സീനിൽ എനിക്ക് ഷർട്ട് ഇടുന്ന സീനല്ലത്. അവർക്ക് ഏകദേശം കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സാണ്, പൂൾ ഡ്രസ്സാണ്, പക്ഷേ ബിക്കിനി കാണിച്ചപ്പോൾ ഇത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം വേറെ ഒന്നിട്ടിട്ട് സെറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മറുപടി തന്നാണ്. അങ്ങനെ ഞാൻ അത് എടുത്തു വെക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, ഡ്രസ്സാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനൊരു ഓവർ കോട്ടും വരുന്നുണ്ട്, അതും കൂടി വരുന്ന ഡ്രസ്സാണ്. പക്ഷേ പൂളിലാണ് ഇടേണ്ടത്. ഈ പൂളിൽ വെച്ചുള്ള സീനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബോഡി കുറച്ചുകൂടി ഇതമാക്കി. ഞാൻ 6-7 മാസമായിട്ട് മറ്റേ ഡയറ്റൊക്കെ നടത്തി ജിമ്മിലൊക്കെ പോയി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഏത് ആ ഒരു ഇത്തിരി പോകുന്ന അശു പോലത്തെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബോഡി റെഡിയാക്കി. എനിക്ക് മെസ്സേജ് ചെയ്യണം, വയറ് കുറയ്ക്കണം മാഷേ, തടി കുറയ്ക്കണം മാഷേ എന്ന് സംവിധായകനെ വിളിച്ച് അവർ പറയാം. ഞാനത് രസത്തോട് കൂടി അവർ ഉത്തരവാദിത്തമായിരിക്കും, അവരുടെ ഇൻട്രസ്റ്റ് കൊണ്ടായിരിക്കും, ആത്മാർത്ഥത്തോണ്ടായിരിക്കും നേരിച്ച് കേട്ടിരിക്കുന്നത്. അതൊക്കെ രസമായിട്ട് ഇപ്പം എനിക്കതൊക്കെ പരിഹാസമായിട്ട് തോന്നുന്നത്. എന്താ പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവരങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ വലിയ ആളായി എന്നുള്ളൊരു ഭാവമുണ്ട് അവർക്ക്. അവർ വലിയൊരു ആർട്ടിസ്റ്റാണ്, അവർ ഏതാണ്ടൊക്കെ ഭയങ്കരമായിട്ട് തികഞ്ഞു, ഇവർക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. പക്ഷേ ഇങ്ങനെ പണി കിട്ടണം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ദാസപ്പൻ എന്നെ ഉത്സവം കാണിക്കുന്നുണ്ട്, ദാസപ്പൻ അഭിനയിക്കുകയില്ല. അങ്ങനെ നല്ലൊരു നടനാണ്. ഇങ്ങേരൊന്ന് താത്തി കെട്ടിയായിരുന്നു. എന്നിട്ട് രേണു നല്ലൊരു അഭിനേത്രിയാണ് ഇങ്ങനെ ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു. അത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ എൻ്റെ വീഡിയോ കൂടെ തന്നിട്ടാണ്. ദാസപ്പനൊന്നും പോരാ ഈ വേഷം ചെയ്ത്, ഇപ്പോൾ കിട്ടിയില്ല. ശരിക്കും ദാസപ്പൻ പോരാ, നിങ്ങൾക്ക് തന്നെ കിട്ടിയില്ലേ. ഒരു നടനെ, ഒരു കലാകാരനെ വേറൊരു കലാകാരൻ കളിയാക്കരുത്. അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, കളിയാക്കാൻ നിൽക്കരുത്. അതും കഴിവുള്ള ഒരു മനുഷ്യനെ ഒട്ടുമേ കളിയാക്കരുത്. ഇങ്ങനെ ദാസപ്പനെ കളിയാക്കിയപ്പോൾ രേണു അങ്ങ് ഭയങ്കര ചിരിയായിരുന്നു, ചിരിച്ചങ്ങ് മറിക്കുമായിരുന്നു രേണു അങ്ങ്. ഇപ്പം എന്നാ പറ്റിയില്ലേ? ഈ റിസോർട്ടിൽ എത്തിയ സമയത്ത് ഇവൾ അവിടെ ഇല്ല. ബാക്കി എല്ലാവരും പകച്ച് നിൽക്കുക. ഞങ്ങൾ എൻ്റെ വൈഫ് അടക്കം അവിടെ വായി നോക്കി നിൽക്കുക. ഞങ്ങൾ അപ്പോൾ ഞാൻ അവർ ആദ്യം ഷൗട്ട് ചെയ്തു, ഒരു ചായ മേടിച്ച് കൊടുക്കാനായിട്ട് എല്ലാവരും പോയത്. അവരെല്ലാവരും കൂടി ചായ കുടിക്കാൻ പോയി എന്നാണ് പറഞ്ഞത്. മണിക്കൂറുകൾ വെയിറ്റാണ്, മണിക്കൂറുകൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ മണിക്കൂറുകളോളം ഇരിക്കുക. ഇവർ കാണുന്നില്ല. പിന്നെ അവർ വരുന്നത് ഒരുമിച്ച് കൂട്ടമായിട്ടാണ്. ഒരു കാറിനകത്ത് ഏകദേശം 8 പേരാണ് പോയത്, രേണു അടക്കം. ആ കൂട്ടം തിരിച്ചു വരിക. ചിലടത്ത് ചെല്ലുമ്പോൾ എന്തെങ്കിലും കിട്ടും, ചിലടത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ കഴിക്കാൻ കിട്ടുകയല്ലായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതൊന്നും അത്ര വലിയ ഇഷ്യൂ ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പുള്ളിക്കാർ വലിയ സെലിബ്രിറ്റി അല്ലേ, അപ്പോൾ പിന്നെ കൃത്യസമയത്ത് ചായ. ഇനിയിപ്പോൾ ഒറ്റ വഴിയുള്ളൂ, നമുക്ക് കാണിക്കുന്ന പോലെ കൂടെ ഒരു കുക്കിനെയും കൂടെ കൊണ്ടുപോകുക. അവിടെ ചെന്ന് പാചകം ചെയ്ത് രേണുസുതിക്ക് വേണ്ടി മാത്രം, രേണുസുതി അല്ല രേഷ്മ പി തങ്കച്ചന് വേണ്ടി മാത്രം. കാര്യം രേണുസുതി എന്നുള്ള പേരിനൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ മാത്രമുള്ള തോന്നി രേണുസുതി. ബാക്കി എല്ലാവരും രേഷ്മ പി തങ്കച്ചൻ തന്നെയാണ് പറയുന്നത്. ഈ രേഷ്മ അങ്ങനെ ഒരു ആളെ കൊണ്ടുപോകുക. അതും മമ്മൂക്ക വലിയ സെലിബ്രിറ്റി അല്ല. പിന്നെ പറയാമല്ലോ, മമ്മൂക്കയ്ക്കും എനിക്ക് മാത്രമുള്ള ഒരു കുക്ക് കൂടെ എന്ന് പറയാമല്ലോ. അത്രയ്ക്ക് വലിയ ഈ നെഹളിക്കുന്നവരൊന്നും ഈ കലാരംഗത്ത് പിടിച്ചു നിന്നിട്ടില്ല കേട്ടോ. ഈ അഹങ്കാരം കാണിക്കുന്നവരൊന്നും പിടിച്ചു നിന്നിട്ടില്ല. അതപ്പതിനും അവരുടെ ജീവിതത്തിൽ. അതുപോലെ മദ്യപാനം കൂടിയിട്ടുള്ളവർക്കെല്ലാം വന്നിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. കലാഭവനി നല്ലൊരു നടനായിരുന്നു, നല്ലൊരു കലാകാരനായിരുന്നു. പക്ഷെ മദ്യപാനം ഭയങ്കരമായിരുന്നു അങ്ങേർക്ക്. അത്രയും മദ്യപാനത്തിലൂടെ തന്നെയാണ് അദ്ദേഹത്തോട് ഇനി മദ്യപിക്കില്ലെന്ന് വരെ ഡോക്ടർ പറഞ്ഞു വിട്ടിട്ടാണ് അദ്ദേഹം ആ മരണത്തിലേക്ക് പോലുള്ള വഴിവരെ ഒരുക്കിയത്. അതുകൊണ്ട് ആർക്ക് പോയി? ആ കുടുംബത്തിന് പോയി. അപ്പോൾ അത് ചോദിച്ച് എൻ്റെ വൈഫാണ് ചോദിക്കുന്നത്. ലിപ് ലോക്ക് അല്ല, ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബാക്കി AI വെച്ച് സെറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. അതിൻ്റെ മാക്സിമം ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും മാക്സിമം ഇൻറ്റിമേറ്റ് ആവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവൾ പറഞ്ഞു, അത് കുഴപ്പമില്ല, കടിച്ച് പറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കടിച്ച് പറിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞാണ്. കടി കിട്ടുമെന്ന് പേടിയുണ്ട്, കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും ആ പേടി വന്നത്. കടിച്ച് പറിക്കുമെന്ന് പേടിച്ചിട്ടാന്ന് വന്ന് കടി കിട്ടുന്നത്. എൻ്റെ പൊന്നോ, ലിപ്ലോക്കൊക്കെ രേണുവിൻ്റെ അടുത്ത് എൻ്റെ പൊന്ന് നായക, നിങ്ങളെ ഞാൻ സമ്മതിച്ചേക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് കേട്ടോ, ഇങ്ങനെ ഒരു ടച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് മാത്രമേ ഉള്ളൂ. എത്രയാണെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഒരു വൈഫിൻ്റെ മുന്നിൽ വെച്ച് അങ്ങനെ ഒരു അഭിനയമാണെങ്കിൽ പോലും ഒരു ലിപ്ലോക്ക് ചെയ്യുമോ? അവർ പറയുന്നത് ബാക്കി AI വെച്ച് നമുക്ക് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അത്രയും ഈ പുള്ളി ഈ ഒരു വീഡിയോ കൊണ്ട് ശരിക്കും വൈറലാകാൻ വേണ്ടി പുള്ളി മനസ്സിൽ കണക്ക് കൂട്ടി ഇറങ്ങിയതാണ് കേട്ടോ. അതിൽ മാക്സിമം രേണുവിനെ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം. അല്ലാതെ ഇതിൽ വേറൊരു അഭിഹിതമോ ഈ ഷെബീന ബീബിയുടെ ഒരു കയ്യോ യാതൊന്നുമില്ല. പുള്ളി ഇറക്കിയതെല്ലാം ഫ്ലോപ്പായി പോയപ്പോഴത്തേക്ക് പുള്ളി എന്നാ ചെയ്ത് ഒരാളെ നിർത്തി, ഈ രേണുവിനെ മുന്നിൽ നിർത്തി. രേണു നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരാളല്ലേ, അപ്പോൾ പിന്നെ രേണു തന്നെ ആകട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ്.
ഇത് ഷെബീന ബീബിയുടെ തലയിലാണ് ലാസ്റ്റ് ഇത് വന്നത്. ഒരു ലിപ് ലോക്ക് കേൾക്കുമ്പോൾ തന്നെ അറപ്പാകുന്നു. കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചു. കാരണം കോസ്റ്റ്യൂം പുറത്ത് കാണിക്കേണ്ടത് തീരുമാനിച്ചു. ഇവരെ ബൈറ്റ് എടുക്കാൻ മാത്രമല്ലാതെ ഷൂട്ട് ചെയ്യുന്നത് കാണിക്കേണ്ടത് തീരുമാനിച്ചു. സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു സീനുണ്ട്, അവിടേക്ക് ഇവരെ വിളിക്കരുതെന്ന് രേണു എന്നോട് 2-3 പ്രാവശ്യം പറഞ്ഞു. ഈ യൂട്യൂബേഴ്സിനെ ദയവ് ചെയ്ത് വിളിക്കരുത്, പൂളിൻ്റെ അടുത്ത് വിളിക്കരുത് ഏട്ടാ, പൂളിൻ്റെ അടുത്ത് വിളിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ എന്തായാലും തീരുമാനിച്ചു വെച്ചാണ്, ഞാൻ വിളിക്കുന്നില്ല. അവർ ലിമിറ്റ് കൂടുതൽ കയറിയിട്ട് അവർ നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണ്, സീൻ എടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ അപ്പം വരുന്ന റിസൾട്ടും കമന്റും അവരെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് രേണു പറയുകയാണ് ഇത് കാണിക്കാതെങ്കിലും ഇരിക്കാൻ പറ്റുമോ എന്ന് ആ കുട്ടി ചോദിക്കുകയാണ് അവരോട് തന്നെ. അവരത് ഇടുന്നു, അത് വേറെ ആള് അത് എന്താ പറയുക വൾഗാരിറ്റി ആയിട്ട് കാണിക്കുന്നു. അത് അന്നേരം തന്നെ ഈ കുട്ടിയെ കാണിക്കുന്നു. ഇവർ ചർച്ച ചെയ്യുന്നവരിയ്ക്കുന്നു, ഏത് ഞങ്ങൾ ഇരിക്കുന്ന ലൊക്കേഷനിലൊക്കെ കയറി ഇരുന്ന് സംസാരിക്കുന്നു, ഇടപെടുന്നത് കാണാം. ഇവർ ഷൂട്ടിങ്ങിനിടയ്ക്ക് നടക്കുന്ന വീഡിയോസ് ഒക്കെ എടുത്ത് നല്ല മഴയാണ് കേട്ടോ. ഇവിടെ സൗണ്ട് നല്ല മഴയാണ്, മഴയുടെ സൗണ്ട് ഇതായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഡോറെല്ലാം അടച്ചു വന്നാണ്. അപ്പം ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ആ ഒരു ഷൂട്ടിൻ്റെ ഓരോന്നും ആ അവിടെയുള്ള സീൻസ് എല്ലാം എടുത്ത് അത് തന്നെയല്ല രേണു കാല് കാണിച്ചിരിക്കുന്നതും ഒക്കെയാണ് ഷൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല കേട്ടോ ഉമ്മാരെടുത്ത് പുറത്ത് വിട്ടത്. അല്ലാതെ രേണു കുറേ കോലങ്ങൾ കാണിച്ച് അതിൻ്റെ മോശം കമൻറ്റുകൾ എന്നിട്ട് രേണുവിനെ കാണിക്കുക. അവർ മദ്യപിച്ചില്ലേ പിന്നെ അത്ഭുതമുള്ളൂ. കാര്യം അതുപോലുള്ള കമൻറ്റുകളാണ് അവർക്ക് ചെന്നിട്ടുള്ളത്. ആ കമൻറ്റുകളൊക്കെ കണ്ടാൽ നമുക്ക് വായിക്കുന്നവരുടെ തൊലി തന്നെ ഉരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ അവരുടെ അവസ്ഥ പറയണ്ടല്ലോ. അത് പറഞ്ഞ് അവരെ കൊണ്ട് ഓരോ കോലങ്ങൾ കെട്ടിച്ച് അവരെ ഇങ്ങനെ ഇത്രയും മോശ സ്ത്രീയാക്കുന്നത്, നെഗറ്റീവിലൂടെ തന്നെ അവരെ ഇഷ്ടപ്പെടുന്നവരെ കൂടെ ഇഷ്ടപ്പെടാതാക്കിയത് ഈ മീഡിയക്കാർ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. അതുപോലെ തന്നെ അതിനകത്ത് ആ ഒരു സീൻ്റെ കാര്യം പറയുന്നുണ്ട് പൂളിനകത്ത് വെച്ചുള്ള. അതെന്നാന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇദ്ദേഹം പറഞ്ഞു ക്യാമറമാനോട് ഞാൻ അതൊത്തിരി വൾഗറായിട്ട് എടുക്കാതെ ആ ഒരു ഇതായിട്ട് എടുക്കാനായിട്ട് ആ പറഞ്ഞു കൊടുത്തേ ചെയ്യിപ്പിക്കത്തുള്ളൂ. പക്ഷേ ഇവന്മാരെടുക്കുന്ന വീഡിയോയ്ക്കകത്ത് മൊത്തം വൾഗറായിട്ടായിരിക്കും. രേണുവിനെ എത്ര സൂം ചെയ്തെടുക്കാവോ, അവരുടെ ശരീരഭാഗം എവിടെയെല്ലാം എങ്ങനെയെല്ലാം വൾഗറായിട്ട് കാണിക്കാവോ അത് ഇവന്മാർ കാണിക്കുകയും ചെയ്യും, പുറത്തോട്ട് വിടുകയും ചെയ്യും. അതായിരിക്കും രേണു പറഞ്ഞത് അവരെ ഇങ്ങോട്ട് അടുപ്പിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ രേണുവിന് ഇതിൽ ശരിയും തെറ്റുകളും നല്ലപോലെ അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു ബാധകളെ തല ചുമന്നുകൊണ്ട് നടക്കുവാണ് രേണു. എനിക്കൊന്ന് സജിന ഒരിക്കൽ ഭയങ്കരമായിട്ടും വയലൻ്റ് ആയതാണ്. രേണുവിൻ്റെ ഇനി ഒരു വീഡിയോസ് ചെയ്യലെന്ന് പോലും പറഞ്ഞത് ഇങ്ങനെ വൾഗറായിട്ടുള്ള വീഡിയോസ് വരുന്നതിൻ്റെ ആയിരുന്നു. അത് പേടിച്ചിട്ടായിരിക്കാം. സജിനയും കൂടെ ഒക്കെ കൈവിട്ട് കഴിഞ്ഞാൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ പിന്നെ അധികം ആൾക്കാരില്ല മീഡിയസിൽ. ബാക്കി വരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നിനൊന്നും മെച്ചമുള്ള അതിനേക്കാൾ നെഗറ്റീവുള്ള ആൾക്കാരാണ് പിന്നെ വരുന്നത്. ഇതിൽ ശ്രീതും സജിനയുള്ളൂ ഈ രേണുവിനെ വെളുപ്പിക്കാൻ നിൽക്കുന്നതിൽ. അവർ ചീത്തവിളി കേട്ടുകൊണ്ട് തന്നെ നിന്ന് അവരിത് വെളുപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. ബാക്കി വരുന്നതെല്ലാം ഒരു ഭാഗം ടീമുകളാണ്. അവർ കാണിച്ചു കൂട്ടിരുന്ന കോലങ്ങൾ അതിനപ്പുറമാണ്. അവർ തന്നെ തെരുവിളി കേട്ടിരിക്കുകയാണ് അവരുടെ ഓരോ കാര്യത്തിന്. അപ്പം പിന്നെ രേണുവിനെ അവർ വിളിപ്പിക്കാൻ വന്നാൽ ആരെങ്കിലും അംഗീകരിച്ചു കൊടുക്കും. അതുകൊണ്ടായിരിക്കും സജിനെ ശ്രീധുവിനെ പിണക്കാൻ വയ്യാത്തതുകൊണ്ടായിരിക്കും ആ ഒരു സീൻ എടുക്കുമ്പോൾ അവരാരും വരില്ലെന്ന് പറഞ്ഞത്. കൊടുത്ത മാതിരി തന്നെ ഇദ്ദേഹം വേറൊരു ചാനലിനും കൂടെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കൂടെ എന്ന് പറയുന്നത്. അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ഇതിലൊക്കെ കുറച്ച് കൂടുതൽ കാര്യങ്ങളാണ് പറയുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. സീൻ പറഞ്ഞിരുന്നു, എടുക്കുന്ന സീൻ പറഞ്ഞിരുന്നു. എടുക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഖത്തോട് മുഖമാണ് എടുക്കുന്നത്, കയ്യിലാണ് അവർ എടുക്കുന്നത്. അപ്പൊ അവർക്ക് നമ്മളായിട്ട് ഡിസ്റ്റൻസ് വെക്കാൻ പറ്റും. എന്റെ അഭിപ്രായത്തിൽ കുറച്ച് കൂടുതൽ സുഖമായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റും. അപ്പൊ അവർ പറഞ്ഞത് ഇത് ഈ ഒരു ഇടിവ് മാത്രമാണ് അവർക്ക് ബുദ്ധിമുട്ട്. ഈ രണ്ട് കാലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നു. കാല് രണ്ട് ഭാഗത്തേക്ക് ഇട്ട് ഇരിക്കാൻ എനിക്ക് ഫിസിക്കലി ബുദ്ധിമുട്ടാണ് എന്നാണ് അവർ ആദ്യം പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് എന്താ ചെയ്യുക, എടുത്ത് കൊണ്ടുവരേണ്ട സീനാണ്. കാരണം അതായത് പാർട്ടി ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു തുള്ളി ഷാമ്പയിൻ അടിച്ച് ജസ്റ്റ് ഒന്ന് പൂസാവുന്നത് ആവുന്ന ആ കുട്ടിയെ എടുത്തുകൊണ്ട് ആ കുട്ടി ഇങ്ങനെ മക്കളെ എടുക്കുമ്പോൾ കൈയോട് കാണിക്കുന്നു. നായകൻ ആ കുട്ടിയെ എടുത്ത് ഇങ്ങനെ വെക്കുന്നു. അവളെയും കൊണ്ട് റൂം വരെ നടക്കുന്നു. കുറച്ച് ലെങ്ത് ആണ്, പൂന്തോട്ടത്തിൽ കൂടിയും വരാന്തയിൽ കൂടിയും ചെല്ലുന്ന സീനാണ്. എന്ന് ബെഡിൽ കിടത്തുന്നതാണ്. ബെഡിൽ ആ പൂസായ കുട്ടിയെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി ഉറക്കി പൊതപ്പിച്ച് പോരുന്ന സീനാണ്. അല്ലാതെ ഈ മുന്തിരി എന്ന് പറയുന്ന മുന്തിരി ഒന്നുമില്ല. മുന്തിരി ആ ഒരു സീൻ്റെ കാര്യം പുള്ളി വിവരിച്ച് പറയുന്നത് കേട്ടോ. ഇതുപോലെ എവിടെയോ ഞാൻ ഇതൊരു ഹിന്ദി സിനിമയിൽ ഹിന്ദി പാട്ടാണോ അതോ മലയാളം ആൽബമാണോ അതിനകത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എടുത്തോണ്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുപോയി കിടന്നൊക്കെ എവിടുന്നൊക്കെ അടിച്ച് മാറ്റി തന്നതെന്ന് പുള്ളി കഥ കേട്ടോ. ഇങ്ങനെ ഒരു സീൻ കാണുമ്പോൾ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഫോണിനകത്ത് എവിടെയോ ഞാൻ ഇങ്ങനത്തെ ഒരു സീൻ കണ്ട പോലെ എനിക്ക് തോന്നും. അതാണ് പുള്ളി പറയുന്നത്. അതാണ് രേണു പറയുന്നത്. അപ്പുറത്തോട്ട് ഇപ്പോൾ അതിന് രേണു എത്ര മോശമായിട്ട് അതിൻ്റെ ഒരു കാര്യമുണ്ട്. അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് അവരങ്ങനെ സംസാരിച്ചത്. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്ന് കാലിട്ടെന്ന് പറയേണ്ടതിന് പകരം അവർ നല്ല സ്റ്റൈലായിട്ട് അത് വേറും താറയായിട്ട് അവരൊന്ന് സംസാരിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഈ രേണു ഇത് പറയുന്നത് തന്നെ ആണുങ്ങളുടെ തന്നെയല്ലേ. അതിന് പുള്ളി പറഞ്ഞിട്ടോ ദുബായിൽ നിന്നൊക്കെ വന്നതല്ലേ, അപ്പം അങ്ങനെ ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണുന്നു. മുന്നത്തിനാണ് എൻ്റെ രേണു ഇതുപോലുള്ള അപമാനങ്ങൾ കേൾക്കുന്നത്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, കോസ്റ്റ്യൂം നിങ്ങൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം. വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് ഞാൻ അതിൽ വില്ലിംഗ് ആണെങ്കിൽ മാത്രമേ ഞാൻ ആ ഒരു കോസ്റ്റ്യൂം ഞാൻ വില കൊടുത്ത് വാങ്ങല്ലേ. വാങ്ങിയ ഒരു കോസ്റ്റ്യൂം ഞാൻ അയച്ചു കൊടുത്ത ഒരു വില്ലിംഗ് അല്ലെങ്കിൽ എന്റെ പൈസ പോയില്ലേ. അങ്ങനെ ആരെങ്കിലും നടത്താൻ ഞാനും ചിന്തിച്ച ഒരു കാര്യം. ഞാൻ ചെയ്യുന്ന ഞാൻ ഓരോ നമുക്ക് നമ്മൾ എടുക്കുന്ന ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇത്യാദി ഇതിനാണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് ഒരു സാധനം കാണുമ്പോൾ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ പിക്ചർ അടക്കം നമ്മൾ എടുത്തിട്ട് അത് ഇദ്ദേഹം പറയുന്നത് കറക്റ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു സാധനം നമ്മൾ മേടിച്ചു, അതിപ്പോൾ ഒരു അഭിനയത്തിനാണ് നമ്മുടെ അടുത്ത് വരുമ്പോഴേ നമ്മളത് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഇത് അയച്ചു കൊടുത്ത് ഇവർക്ക് അത് കൊള്ളുകയല്ല എന്ന് പറഞ്ഞവർ തിരിച്ച് കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റെ പുറകെ നടക്കാൻ പറ്റുമോ? അതിൻ്റെ പുറകെ നടക്കുന്ന ചോദിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? അതൊന്നും ഒരു ന്യായമായിട്ട് അയാൾ പൈസ മുടക്കി മേടിക്കുന്ന സാധനങ്ങളാണ്. അവർക്ക് ആ ഷൂട്ടിന് വേണ്ടി ഇടാനുള്ള അവിടെ വന്നു കഴിഞ്ഞത് കറക്റ്റ് ചെയ്യാമല്ലോ. അദ്ദേഹം പറഞ്ഞ് അവിടെ തന്നെ കൊണ്ടുപോയത് ഡ്രസ്സ് ഇത് വണ്ണം കുറയ്ക്കുന്ന സൈസ് അദ്ദേഹം പറയുന്നത് കേട്ടോ 0 സൈസിനും താഴെയാണെന്ന് പറഞ്ഞു കേട്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിക്ക് പോലും ആ ഡ്രസ്സ് പിന്നെ ചേരിയായിരുന്നാണ് പറയുന്നത്. അത്രയ്ക്ക് സൈസ് ചെറുതാക്കണം ഡ്രസ്സ്. പിന്നെ രേണുവിന് ടൈറ്റായിട്ട് അതൊന്നും വെച്ചാൽ എനിക്കൊന്ന് ഈ വണ്ണക്കുറവുള്ളതുകൊണ്ട് ലൂസായിട്ട് കിടക്കാൻ ഭയങ്കര വൃത്തികേട് തോന്നും. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്.
അത് അവിടെ കൊണ്ടുപോയി ഇത് തയ്ച്ച് ചെറുതാക്കുന്ന കാര്യവും ഒക്കെ പറഞ്ഞത് അത് ഷബീന ബീബിയുടെ ഇതിനകത്ത് പറയുന്നുണ്ട്, ഇത് കൊണ്ടുപോയ കാര്യവും. അപ്പോൾ പുള്ളിക്കാരോട് ഇദ്ദേഹം പറഞ്ഞു ബൈക്കിൽ പോകാം, നമുക്ക് ഇവിടെ അടുത്താണ്, അത് സ്റ്റിച്ച് ചെയ്യുന്ന ഇവിടെ അടുത്തുണ്ട്, നമുക്ക് അവിടെ പോയി ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരി വേണ്ട ബൈക്കിൽ പോകണ്ട, പറ്റത്തില്ല എന്നിട്ട് എന്നെ പുള്ളിക്കാരിക്ക് നടന്നു പോകണമായിരുന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഓർത്തി നടന്നു പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ആരാധനയോട് കൂടി ഓടി അടുത്ത് വരുമെന്ന് ഓർത്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈഫാണ് കൂടെ പോയത്. പോയിട്ട് വന്നപ്പോൾ തൊട്ട് രേണുവിൻ്റെ മുഖം വല്ലാതിരിക്കുന്നു. ചോദിച്ചപ്പോഴത്തേക്ക് ഭാര്യയോട് ചോദിച്ചപ്പോൾ അപ്പോഴേ പുള്ളിക്ക് മനസ്സിലായി പുള്ളിക്കാരി നടന്നു പോകാൻ ഉദ്ദേശിച്ച് എന്നതിനാണെന്നുള്ളത് മനസ്സിലായി. ഭാര്യയോട് ചോദിച്ചാൽ പറഞ്ഞു ആരും വലിയ മൈൻഡ് ചെയ്തില്ല, ആൾക്കാർ രണ്ടുപേരും കണ്ട് ഒന്ന് കൈപൊക്കി കാണിച്ചതേ ഉള്ളൂ, അല്ലാതെ ആരും അടുത്തോട്ട് വരികയോ അങ്ങനെ വലിയ സ്നേഹപ്രകടനങ്ങളൊന്നും കാണിച്ചിരുന്നു. അത് പുള്ളിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. കാര്യം ഭയങ്കര സെലിബ്രിറ്റി അല്ലേ രേണു പറഞ്ഞൊരു സജ്ജന പറഞ്ഞൊരു തമിഴ്നാട്ടിൽ പോലും രേണുവിന് ഭയങ്കര പേരാണെന്നാണ് പറയുന്നത്. അപ്പോൾ മലയാളികൾ മൈൻഡ് ചെയ്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അതവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. തയ്യക്കട ചെന്നിട്ടും അവിടുത്തെ സിസിക്ക് ഇവരെ തീരെ പരിചയമില്ലായിരുന്നു. ആ തയ്ക്കുക അതൊക്കെ നാട്ടുമ്പുറമായിരിക്കും, ചിലപ്പോൾ അവർ വീടുകളിൽ ഇരുന്ന് തയ്ക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ എടുത്ത് ചെന്നപ്പോഴും അവരും വലിയ ഇങ്ങനെ ആ ഒരു ആർട്ടിസ്റ്റാണെന്നുള്ളൊരു മൈൻഡൊന്നും അവരും കൊടുത്തില്ല. അതൊക്കെ പുള്ളിക്ക് ഭയങ്കര ഒരു ഷോക്കായിപ്പോയിരുന്നു. അതിൻ്റെയൊക്കെ കെറിവ് അവിടെ വന്നേച്ചങ്ങ് തീർക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി പുള്ളി പറയുന്നത് പുള്ളിക്ക് പൈസ കൊടുത്ത് ആളെ നിർത്താൻ പറ്റുമോ, പുള്ളിക്കാരി വരുമ്പോഴത്തേക്ക് ഹായ് കൂയി വെക്കണമെന്ന് പറഞ്ഞു. അത് കുറച്ച് വൾഗറായിട്ടുള്ള ഡ്രസ്സായിരുന്നോ? ആ ഡ്രസ്സ് വൾഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വൾഗർ എന്ന് പറഞ്ഞാൽ അവർ ഇട്ട ഇതുവരെയുള്ള ഡ്രസ്സുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഡീസന്റാ, വളരെ ഡീസന്റ്. അവർ ഇതിനു മുമ്പ് ഇതിനേക്കാൾ വൾഗർ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടുണ്ട്. പക്ഷെ ഇത് കാണിച്ചാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അതെ അതെ തീർച്ചയായും. പക്ഷെ ഇവര് പറഞ്ഞ സ്റ്റോറിയും ഇദ്ദേഹം പറയുന്നത് കേട്ടോ, ഈ ഡ്രസ്സ് രേണു ഇടുന്നത് അതുപോലുള്ള ഡ്രസ്സിൽ ഇട്ട് തന്ന ഒരുപാട് സീൻസും കോലങ്ങളും കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു ഡ്രസ്സ് ഇതേ ഡ്രസ്സ് ഇട്ട് തന്നെ ഇതേ സ്റ്റോറി തന്നെ ഇദ്ദേഹം വേറൊരു നടിയെ വെച്ച് ഇറക്കിയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് കഥയും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഇതിനകത്ത് പാട്ടും ഒക്കെ കേട്ടിട്ട് രേണു ഒരു പക്ഷേ അഭിനയിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. പിന്നെ രേണുവിൻ്റെ കോക്കാമ്പിച്ചി ഉണ്ട് കുറേ, അത് ഇദ്ദേഹം പറയുന്നുണ്ട്. പിരിയും ചുളിക്കൽ എപ്പോഴും ഒരു പിരിയും ഭയങ്കര രേണുവിൻ്റെ മുഖത്ത് വരുന്ന ആകെപ്പാട് വരുന്നൊരു അഭിനയം എന്ന് പറഞ്ഞാൽ പിരിയും ചുളിക്കില്ല, ചുളിക്കേച്ച് വേറൊരു രീതിക്ക് മുഖം വെക്കുക. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും. അത് അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ രേണു അങ്ങനെയേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള കാര്യം. പക്ഷേ ഒരു പക്ഷേ ഇങ്ങനെ വേറൊരു നടിയെ വെച്ച് ചെയ്താൽ ഇതിനേക്കാൾ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇദ്ദേഹം ആദ്യമേ അത് ചെയ്യേണ്ടതായിരുന്നു. ഇവരുടെ ഫാമിലിയിലുള്ള ആരും സപ്പോർട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഈ രേണുവിനെ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നതിന്. ഈ കഥ ഇതല്ലേ, ഒരു പാട്ട് നല്ല രസമുണ്ട്. അതിൻ്റെ അവസാനം ഇതിന് പാട്ട് കേൾപ്പിക്കാം. രേണുവിന് ഈ ഡ്രസ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാനിത് അയച്ചുതരാം. രേണു എന്ത് ചെയ്യണം, ഫിറ്റ് ആയിട്ട് അത് സെറ്റ് ആക്കണം. അവർ എന്നോട് പറയാം കംഫർട്ട് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് അവരെ മേലെ ഒട്ടിയിരിക്കുന്ന ഡ്രസ്സ് ആയിരിക്കണം, ഒരിക്കലും ലൂസ് ആവരുത്. അതാണ് അവർ കംഫർട്ട് എന്ന് ഉദ്ദേശിച്ചത്. ഞാൻ സത്യത്തിൽ കേട്ടപ്പോൾ ഞെട്ടി. ഞാൻ കംഫർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വൾഗറായിട്ട് വരുന്ന ആ സംഭവങ്ങളെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അവരുടെ മേലെ ഒട്ടിയിരിക്കുന്ന ഡ്രസ്സ് ആയിരിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ഞാനും വിചാരിച്ചു കേട്ടോ വൾഗറായിട്ടുള്ള ഡ്രസ്സ് എന്നായിരിക്കും രേണു ഉദ്ദേശിക്കുന്നതായിരുന്നു ഞാൻ വിചാരിച്ചത്. എനിക്ക് സത്യം പറഞ്ഞ ചിരി ഉതിട്ട് പുള്ളി ഇത് പറയുന്നതിന് നമ്മളെല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. വൾഗറായിട്ടുള്ള ഡ്രസ്സ് എന്നാണ് രേണു ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആരാണല്ലോ അങ്ങനെ വിചാരിക്കുകയുള്ളൂ. ഈ ക്യാമറാമാൻ ഉൾപ്പെടെ എന്റെ ക്രൂ എല്ലാവരും, എന്റെ ഫ്രണ്ട്സ്, നാട്ടുകാർ, വീട്ടുകാർ, ബന്ധുക്കൾ, വൈഫ്, ഒരാൾ പോലും ഇവരെ വെച്ച് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവരെ എല്ലാവരും വെല്ലുവിളിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിന്റെ പരിണതഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവും ഇല്ല. ഇവരെന്ത് വിളിച്ചാലും ഇവരുടെ കൂടെ അഭിനയിച്ച് ഞാൻ ഇത് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ ഇതിന്റെ 4 ഇരട്ടി വിളി കേൾക്കായിരുന്നു എനിക്ക്. ഇല്ലേ, ഈ രേണു സുധീനെ വെച്ച് ഞാൻ ലിപ് ലോക്ക് ചെയ്തു വിചാരിക്കാം. സ്ഥിതി കാലഘട്ടം ഏതാണ് ഒരു AI വെച്ച് ചെയ്യാവുന്ന കാര്യമാണ്. ഇവരുടെ വിവാദങ്ങൾക്കാണ് മാർക്കറ്റ് വരുന്നതെന്ന് കാണുമ്പോൾ അത്തരം വിവാദങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് മനഃപൂർവ്വമല്ല, നിവൃത്തികേടുകൊണ്ടാണ്. മറ്റെന്ത് ഇത് ലിപ് ലോക്ക് സീനൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞോ, അതൊക്കെ ലിപ്പ് നമ്മൾ മാക്സിമം എത്തുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, തോന്നുന്നുണ്ടോ എനിക്ക് ലിപ് ലോക്ക് ചെയ്യാൻ ഇത്രയും ഗതികെട്ട അവസ്ഥയിലേക്ക് ഞാൻ വരുന്നത്? എനിക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ളതല്ലേ? ഇല്ല, തീർച്ചയായും. ഇതിൽ കൂടുതൽ ഒരു സ്ത്രീക്ക് കേൾക്കാൻ കൊള്ളാമെന്ന് അപമാനിക്കപ്പെടുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? അദ്ദേഹം പറഞ്ഞു കേട്ടോ ലിപ് ലോക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഇത്രയ്ക്ക് ഗതികേടാണെന്ന് തോന്നുന്നുണ്ടോന്ന്. ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നതല്ലേ? അഭിനയിക്കാൻ പോയാൽ അഭിനയിച്ചു വരണം, മദ്യപിച്ച് കൂത്താടാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നെഗറ്റീവും കൂടെ ഉണ്ടെങ്കിൽ അത് മൊത്തം പുറത്ത് വരും എന്നുള്ള കാര്യം ചിന്ത വേണം. ഒന്നെങ്കിൽ മാന്യമായിട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും നെഗറ്റീവായി തന്നെ പോകുക മുന്നോട്ട്. ഏതെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ എത്ര നന്മമരം കളിക്കാൻ നോക്കിയാലും ആരും നിങ്ങളെ അംഗീകരിക്കുകയില്ല. നിങ്ങളെ അംഗീകരിക്കുന്നവർ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അവരെ അംഗീകരിക്കുന്നവർ അവരെ പോലെ തന്നെ പ്രശ്നക്കാരായിട്ടുള്ളവരാണെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ വരും കമൻറ്റൊക്കെ അവൻ പറയുന്ന മൊത്തം നോണയാണ്, അദ്ദേഹം പറയുന്ന നോണ കാണുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവരും അവരുടെ ഭാഗം ക്ലിയറാക്കി പറയത്തുള്ളൂ. പക്ഷേങ്കിൽ കുറച്ചൊക്കെ ജെനുവിനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. രേണു പറയുന്നതിലും ജെനുവിനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഡ്രസ്സിൻ്റെ കാര്യം രേണു പറയുന്നത് എനിക്ക് അത്ര ജെനുവിനായിട്ട് തോന്നുന്നില്ല. അതെനിക്ക് തോന്നുന്നത് ആ ഷൂട്ടിൻ്റെ അവിടെ വന്ന മീഡിയക്കാർക്ക് അവിടെ കിട്ടേണ്ട സ്വീകരണം കിട്ടാതിരുന്നതിൻ്റെ പേര് രേണു ഉണ്ടാക്കുന്ന കോലാഹലങ്ങളായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞില്ലേ, വൈറലാകാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചത്. അങ്ങനെയൊക്കെ വൈറലാകണം. ഒന്ന് രേണുവിനെയും കൂടി ഇങ്ങനെ കുറച്ച് വൾഗറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിക്കും കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ഇതായിട്ട് ഏറിപ്പോകും. ഇത് നല്ലപോലെ കയറി പോകുമായിരിക്കും ഒരു പക്ഷേ വീഡിയോ രേണു കൂടെ ആയതുകൊണ്ട്. കാര്യം ഇതിനകത്തുള്ള കാര്യങ്ങൾ പിന്നെ മീഡിയക്കാരെടുത്ത് പുറത്ത് കുറേശ്ശെ വിട്ടാൽ ഒന്നും പോകാൻ പോകുന്നില്ല. കാര്യം അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ മൊത്തം പുറത്തറിയുന്നുണ്ട്. ഈ ആൽബത്തിന് വേണ്ടി ഇദ്ദേഹം തന്നെയാണ് പാടുകയും എല്ലാം ചെയ്തേക്കുന്നതെന്ന് തോന്നി. ഇദ്ദേഹം തന്നെയാണ് തോന്നുന്നു. പക്ഷേ സംവിധായകനും എല്ലാം ഇദ്ദേഹം തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഷബീന ബീബിയുടെ ഇതിപ്പോൾ അത് ഇദ്ദേഹത്തിനോടാണ്. ഇവരോട് ആരോട് പറയുന്നിട്ട് കേട്ടപ്പോൾ ഒരു ഓർമ്മയുണ്ട്. പക്ഷെ നല്ല പാട്ടാണ് കേട്ടോ, നല്ല സൗണ്ടും നല്ല പാട്ടും. നമ്മൾ നല്ലത് തന്നെ വേണ്ടി പറയട്ടെ, നല്ല പാട്ടായിരുന്നു. ഈ ആൽബം ഇറക്കണം തന്നെയാണ് ഞാനും പറയുന്നത്. ഈ ആൽബം ഇറങ്ങി ആ പാട്ട് നല്ല അടിപൊളി പാട്ടാണ്. അദ്ദേഹം അതിൻ്റെ കുറച്ച് വരികൾ പാടുന്നത് നമുക്കൊന്ന് കേൾക്കാം. അഴകേ നിൻ കൺകൾ കാണും നേരം അറിയുന്നു എന്നെൻ നെഞ്ചകം
പിരിയാനോ ഇന്നീ ജന്മവും കഴിയില്ല പൊന്നേ നിന്നില. പാട്ടിൽ വാത്സല്യാണ് തുളുമ്പുന്നത്. അതാണ് എന്റെ ഫീല്. ഇതാണ് മാക്സിമത്തിൽ പോയി അതൊരു വാത്സല്യമാണ്. ഒരു മലയാളം മെലഡി സോങ്. ഒരു കൊച്ചിനെ എടുക്കുന്ന ഫീലോട് കൂടിയാണ് നായികനെ കൈകാര്യം ചെയ്യുന്നത്. പറഞ്ഞ അദ്ദേഹത്തിന് അങ്ങനെ കുറേ ഇതുണ്ട്. പക്ഷേ ഇത് എനിക്കൊന്ന് പുള്ളിയുടെ മദ്യപാനം കൂടിപ്പോയി. ആ കൂടെ മറ്റവന്മാർ ശരിക്കും സ്ക്രൂവും വെച്ച് കൊടുത്തു. അങ്ങനെയാണ് ഇത് ഇത്രയും വഷളായത്. അതുകൊണ്ടായിരിക്കാം ഇവരൊരു പക്ഷേ ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിനൊരു കേസിന് പോകാതെയോ അല്ലെങ്കിൽ ഇവർ ഇതിനെതിരെ വന്നപ്പം തന്നെ അതിന് ശക്തമായിട്ട് മീഡിയക്കാർ പോലും അതിന് അവർക്ക് പറയാം. അല്ലെങ്കിൽ പിന്നെ എവിടെ തുമ്മിയാലും എവിടെ മുക്കിയാലും എല്ലാം വന്നേച്ച് ഉടനെ മീഡിയ വന്നേച്ച് പറഞ്ഞു ഇവന്മാർ വരുന്നതുമാണല്ലോ അത് പറ ഇത് പറ. ഇപ്പോഴും കിച്ചുവിൻ്റെ കാര്യം ചോദിച്ച് നടക്കുന്നവന്മാരുണ്ട്. ഇപ്പോഴും എത്ര നാൾ മുമ്പ് നടന്ന സംഭവം, അത് കഴിഞ്ഞ് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. എന്നിട്ട് ഇപ്പോഴും ഇവന്മാരാരും ഈ ഒരു കാര്യം പുറത്ത് കൊണ്ടുവരാനോ ഒന്നും നടന്നതിൻ്റെ 4 ദിവസം മുമ്പ് നടന്ന സംഭവമാണ്. പുറത്ത് കൊണ്ടുവരാനോ ഒന്നും നടന്നത്. രേണു അതിൻ്റെ യാതൊരു ഭാവത്തിൽ രേണുവിൻ്റെ ചാനലിനത്ര പോലും ഇങ്ങനൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, അത് പോയി അത് മുടങ്ങി, ഇനി ഞാൻ വർക്ക് ചെയ്യല, എനിക്ക് അവിടുന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് പോലും മറ്റേത് രേണുവിൻ്റെ സ്റ്റാറ്റസ് എപ്പോഴും വല്ലവരും ഇടുന്നത് പോലും വലിച്ചു വാരി അതിനകത്തൊരു സ്റ്റാറ്റസ് ഇടുന്ന ആളാണ്, ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇവരുടെ ഭാഗത്ത് നല്ലപോലെ തെറ്റുള്ളതുകൊണ്ടാണ് ഇവരത് മിണ്ടാതിരുന്നത്. ഇപ്പോൾ ഇവർ വന്നിച്ച് ഷെബീന ബീബിയുടെ തലയിലോട്ട് വെച്ച് ഇവരത് ഒഴിയാൻ നോക്കുകയാണ്. ഞാൻ വേറൊരു കാര്യം കേൾപ്പിക്കാവേ. കിച്ചുവിൻ്റെ കാര്യത്തിന് ഇവർ ഷെബീന ബീബി ഒരുപാട് ചീത്ത വിളിച്ചു കേട്ടോ, ഒത്തിരി രാഗുക വരെ ചെയ്തവരെ. എന്നിട്ട് അവർ അന്നേരവും എല്ലാവരും പറഞ്ഞിട്ട് 10-22 വയസ്സെന്ന് ചെറുക്കനാണ്. ആ ചെറുക്കനെ ആരും പറഞ്ഞ് തിരിപ്പിക്കേണ്ട കാര്യമില്ല, അവനത് സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനമാണ്. അവരെ വെറുതെ അവർ സത്യം പറഞ്ഞാൽ പോയതാണ് അവർ ചെയ്ത തെറ്റ്. അത് അവരങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ ഇവർ സാറെ തോളെ വെക്കുമായിരുന്നു. ആ ഒരു കൊച്ചിൻ്റെ ഒരു വീഡിയോ കണ്ട് കിച്ചുവിൻ്റെ ഒരു വീഡിയോ കണ്ടാൽ ഒരു അമ്മമാരായിട്ടുള്ള ഒരു മനുഷ്യർക്കും അത് സഹിക്കുകയില്ല. അതുപോലെ തന്നെയല്ല ഒരു മനസ്സലിവുള്ള ഒരു വ്യക്തികൾക്കും അത് സഹിക്കുകയില്ല. കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് വേദനയോട് കൂടിയാണ് കൊച്ചു ആ ഒരു കാര്യങ്ങൾ പറഞ്ഞത്. അതിലൊരു അഭിനയമോ ഒന്നും തോന്നിയിരുന്നില്ല. അവൻ പറയാൻ കിടന്ന് വിഷമിക്കുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാവുമായിരുന്നു. അത് ഒരു വല്ലാത്തൊരു സീനായിരുന്നു. എനിക്കത് സത്യം പറഞ്ഞാൽ ഞാൻ കുറേ പ്രാവശ്യമായിട്ടിരുന്നാണ് ആ ഒരു വീഡിയോ കണ്ടത്. കാര്യം എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ അങ്ങ് വല്ലാഴിക പോലെ വന്നു. ഈ ഒരു വിഷമം നമുക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു കൊച്ചു അനുഭവിച്ച വേദനയും പ്രശ്നങ്ങൾ നമുക്കത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് അത്രയൊക്കെ അനുഭവിച്ചല്ലോ എന്ന് ഓർത്തപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വന്നു പോയി. അപ്പം അതുകൊണ്ട് അത് മുഴുവനും ഇരുന്ന് കേൾക്കാൻ എനിക്ക് ഒറ്റയടിക്കിരുന്ന് കേൾക്കാൻ പറ്റില്ല. പലപ്പോഴായിട്ടിരുന്ന് കേട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ അതിനെപ്പറ്റി രേണു ഇപ്പോൾ പറയുന്നുണ്ട്. കിച്ചുവിനെ വിളിച്ചോ ഇല്ലെന്ന് ചോദിച്ചതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. തോന്നിയില്ലേ ഇത് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പറഞ്ഞതെന്ന് വിളിച്ച് ചോദിക്കാനായിട്ട് എന്തുകൊണ്ടാണ് തോന്നിയില്ല. കാരണം മനഃപൂർവ്വം അത് ഒരു എന്താ പറയുക ആരും മാനിപ്പുലേറ്റ് ചെയ്തതല്ലെന്ന് കിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് ചോദിക്കാനാണ് എനിക്കൊന്നും ചോദിക്കാനില്ല. ആരും മാനിക്കുലേറ്റ് ചെയ്തതല്ല എന്ന് കിച്ചു തന്നെ പറഞ്ഞു. ഇത് ആരെയായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇവർക്ക് എവിടെ നിന്നേലും ഇവർ സ്വന്തം ഇപ്പോൾ ഈ ഒരു കാര്യം തന്നെ ഇവർ സ്വന്തമായിട്ട് എടുത്ത് ഇങ്ങനെ ഇട്ടേക്കുവാണ്. നാളെ ഒരു ദിവസം തെളിയുക ഇത് ഷെബീന ബീബിക്ക് ഇതിൽ ഒരു പങ്കുമില്ല എന്ന് തെളിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ വാക്കുകൾക്കൊക്കെ ഇവർ എപ്പോഴെങ്കിലും സോറി പറയാൻ ശ്രമിക്കും. എടുത്തുചാട്ടം അതാണ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാം. ഇവർ ഭയങ്കര എടുത്തുചാട്ടമാണ്. എടുത്തുചാടിയാണ് ഇവരിവിടം വരെ ഇത്രയും പ്രശ്നത്തിൽ ഇവർ വന്ന് പെട്ടേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കാര്യം കാണിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ ഈ ഒരു വിഷയത്തിന് മുഴുവൻ ചീത്ത വിളിക്കുന്ന ഷെബീന ബീബിയാണ്. കാര്യം ഷെബീന ബീബി അതും പറഞ്ഞ് കുറേ പേര് വന്ന് കമൻറ്റ് വന്ന് ചീത്ത വിളിക്കുന്നുണ്ട് കേട്ടോ. അതെന്നാ അറിഞ്ഞിട്ടാണെന്ന് എനിക്കറിയാൻ മേല. ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ നമ്മളടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുമുന്നിൽ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ഇവർ പറയുന്ന പൊട്ടത്തരം ഇവർ പറയുന്നതിലൂടെ തന്നെ ഇവർ സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് നടന്നേനെ. ഇവർ കൂട്ടം കൂടിയിട്ട് അതായത് കുറെ എന്റെ സുഹൃത്തുക്കളായാലും മീഡിയക്കാർ പുറത്തായിരുന്നു അവരല്ല. ഈ ഷഫീന ബീവി എന്ന് പറഞ്ഞാൽ ഇപ്പം മനസ്സിലായോ? ഷഫീന ബീവി ഓരോരുത്തടത്തും കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് എനിക്കെതിരെ. ഇവര് പലയിടത്തും കൊട്ടേഷൻ. ഈവൻ ഈ വിപിനാലും അവനും മാറി അവന്റെ കൂടെയുള്ള ഒരു അസിസ്റ്റന്റും അതുപോലെ ഇവന്റെ വൈഫും അതുപോലെ വേറൊരു ക്യാമറമാനും മാറി തിരിഞ്ഞു എന്നെ കൺവിൻസിങ് ചെയ്തോണ്ടിരിക്കും. കഥ കഴിച്ച് കുത്തിയിട്ടിട്ട് ഞാൻ പലപ്പോഴായിട്ട് ഞാൻ പേടിച്ചു പോയി. പക്ഷേ എനിക്കൊരു ഉള്ളിലൊരു ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ചാടി പോകുന്നത് ഇത്രയും ബഹളം വെച്ചത്. അതുകൊണ്ടാണ് ഇവർ നിന്ന് പറയാണ് ആ ഡ്രസ്സ് എടുത്ത് ആ ഡ്രസ്സിൽ നീ ചെയ്യുള്ളൂ. ശരീരഭാഗം മുഴുവൻ കാണിക്കുന്ന ഡ്രസ്സ്. എനിക്ക് എന്തായാലും തെളിവ് വേണമല്ലോ. ഞാൻ കഥ കുത്തിയിട്ടിട്ട് ഞാൻ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. കാരണം എനിക്കത് ആ ഡ്രസ്സിനെ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഈ പരിപാടി. എനിക്കറിയാം എവിടെയോ എന്തോ ഒരു ചതി മണത്തുകൊണ്ടാണ് ഞാൻ ആ ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തത്. അത് ഇട്ടുകൊണ്ട് ഞാൻ ആൽബം ചെയ്യത്തില്ല. ഇനി അത് സിനിമയാണെങ്കിൽ പോലും എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ ചെയ്യത്തില്ലെന്ന് തന്നെ പറഞ്ഞു. ഇവൻ ഇത്രയും വൃത്തികെട്ടവൻ ഈ തെറുത്താത്ത ഇവർക്ക് എന്തിന്റെ സോക്കേടാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവരിങ്ങനെ എന്നെ നിരന്തര ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ കാരണം ഞാൻ മിക്കവാറും എനിക്കറിയില്ല എന്താ ചെയ്യുന്നത്. ഇവർ എന്റെ കഞ്ഞുകൂടി വരെ മുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇവരെ എന്നെ അവിടെ വെച്ച് ഞാൻ പറയട്ടെ, ഇവരിപ്പോ ഈ പറഞ്ഞ 8 മീഡിയക്കാർ ഇയാൾ ഈ വിപിൻ എന്ന് പറഞ്ഞ് തെണ്ടി വിളിച്ചിട്ടാണ് അവർ വന്നത്. ഇവർ വന്നില്ലായിരുന്നു ഇവർ എന്നെ അവിടെ കൊന്ന് കുളിച്ചു മൂടിയാനെന്ന് ഇപ്പൊ എനിക്ക് സംശയമുണ്ട്, പേടിയുണ്ട്. സത്യം ഇത് ഇവർ പറയുന്നത് മുഴുവൻ നുണയാണ്. ഭയങ്കര നുണയാണ് രേണു പറയുന്നത്. എങ്ങനെ ഇങ്ങനെ നുണ പറയാൻ പറ്റും? ഇവർ ഈ ഒരു ബഹളത്തിന് മുന്നിൽ എങ്ങനെ അവർ പിടിച്ചു നിൽക്കും? ഇവരുടെ ഈ ഒരു അലപ്പിനിടയിൽ എങ്ങനെ അവർ പിടിച്ചു നിന്നെന്ന് ഞാൻ ഓർക്കുന്നത്. ഇങ്ങനെയൊക്കെ കിടന്ന് ഈ അലക്കുന്നതൊക്കെ അങ്ങേർക്ക് ലാസ്റ്റ് നാണക്കേട് വന്നിട്ട് അങ്ങേര് പറഞ്ഞു. ഇവരുടെ അലപ്പും ബഹളവും കാരണം അങ്ങേർക്ക് നാണക്കേട് വന്നിട്ട് അങ്ങേര് തന്നെ ലാസ്റ്റ് പറഞ്ഞു ഇത് നമുക്ക് നിർത്താം എന്ന് പറഞ്ഞു. കാര്യം അങ്ങേരുടെ നാട്ടിൽ ഭയങ്കര നാണക്കേടാവും അങ്ങേർക്ക് തന്നെ തോന്നി ഇവരുടെ വാവെപ്പ് കേട്ടപ്പോഴത്തേക്ക്. അതുപോലെ തന്നെ ഇവരെന്നത് പറഞ്ഞ ചേട്ടൻ
മീഡിയക്കാർ അധികം കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോ ഇന്നലത്തെ വീഡിയോയിലാണോ അതിന് ഇന്നലത്തെ വീഡിയോയിലും തോന്നിയിട്ടുണ്ട് വോയിസ് നല്ല വ്യക്തമായിട്ട് രേണു പറയുന്നുണ്ട്. ഞാൻ കുറച്ച് നമ്പർ തരാം, അവരെ കൂടെ വിളിക്കണം, മീഡിയക്കാരെ കൂടെ വിളിക്കണമെന്ന്. അങ്ങനെയാണ് അദ്ദേഹത്തെ കൊണ്ട് വിളിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് പിന്നെയും ഒരുത്തൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, ഇവരെ ഒന്ന് വിളിച്ചേരെ എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ നമ്പർ രേണുവാണ് കൊടുത്തിട്ട് പറഞ്ഞിട്ട് മീഡിയക്കാരെ മൊത്തം വിളിച്ച് വരുത്തി അങ്ങനെ ഇവർ പറഞ്ഞിട്ടാണ് അങ്ങനെ വിളിച്ച് വരുത്തിയത്, അല്ലാതെ ഇങ്ങനെ പറയാതെ വിളിച്ച് വരുത്തിയതല്ലത്. അല്ല, ഇവർ പറയാതെ വിളിച്ച് വരുത്തിയതൊന്നുമല്ല. രേണു നമ്പർ ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം അങ്ങനെ വാട്സപ്പിലിട്ട് ഷെബീന ബീബിയുടെ ചാനലിനകത്ത് വിട്ടിട്ടുണ്ട്. ഇതുപോലെ കിടന്നും ഷെബീന ബീബിയെ തന്നെ വീണ്ടും കുറ്റം പറഞ്ഞു. ഇവർ കാണിക്കുന്ന കോലത്തിന് അവരെയാണ് കുറ്റം പറയുന്നത്, അവരതാണ് ചെയ്തു, അവരതിൻ്റെ എടുത്തു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ഇത്രയും അലക്കുന്ന ഇവരുടെ മുന്നിൽ എങ്ങനെ മനുഷ്യർ പിടിച്ചു നിൽക്കുക, എന്നാ അലപ്പും ബഹളമാണ് അവരിടന്ന് കാണിക്കുന്നത്. എന്നെയാണെങ്കിൽ രേണു പറയുന്നതിൽ ഒരു അതുപോലെ തന്നെ ആ ഷൂവിൻ്റെ കാര്യം ഒക്കെ അവർ ചെരുപ്പിട്ടിരുന്നില്ല, അതിന് 45,000 രൂപ എന്ന് പറഞ്ഞില്ലായിരുന്നു, 45-35 അങ്ങേക്ക്. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇവർ നോർമലല്ലാതെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞത്. അതൊക്കെ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതിന് വലിയ വിലയായിട്ടില്ല, അതിനാണ്ട് 1000 താഴെ അങ്ങോട്ട് ആയിട്ടുള്ള അതിൻ്റെ വിലയൊക്കെ. അതൊക്കെ അദ്ദേഹം കണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കണ്ട് ഇവർ ഈ ചാനലിനകത്ത് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞ് അന്നേരം അദ്ദേഹം തന്നെ പറഞ്ഞു, ഇത് എന്നാത്തിനാണ് ഇവർ ഇങ്ങനെയൊക്കെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നെഗറ്റീവ് മനുഷ്യരിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, കള്ളങ്ങൾ പറയുന്ന എന്നത്തിനാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇവർ നിന്നത്. പക്ഷേ ഇത് ഇത്രയും ഒരു തിരിച്ചടി വരുമെന്ന് ഇവർ വിചാരിച്ചില്ല. ഇവരിങ്ങനെ തിരിച്ചടി വരുമെന്ന് വിചാരിച്ചില്ല. എന്നാണേലും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന്. രേണു സുധീർ കണ്ടന്റ് അല്ലാതെ മറ്റൊരു കണ്ടന്റ് എടുക്കാനായിട്ട് പറ്റണേ എന്നുള്ള രീതിയിൽ. കാര്യം വെച്ചാൽ നമ്മളിത് എടുക്കാതെ വേറൊരു എടുക്കണം നോക്കുമ്പോഴത്തേക്ക് ഇവരത് അടുത്തത് നമുക്ക് കൊണ്ടുവന്നിരിക്കും. നമുക്ക് വേറൊരു ഇത് എടുക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഇവരുടെ വീഡിയോസും കാര്യങ്ങളാണ്. ഇവർ പറയുന്ന കള്ളം കൂടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് സത്യമാക്കി എടുക്കണം, ഇവരുടെ കള്ളങ്ങൾ പൊളിക്കണമെന്ന് തോന്നും. അങ്ങനെയാണ് വീണ്ടും തന്നെ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. എന്നാലും മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ.